വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡ് എപ്പിസോഡ് 3. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു മൈനിങ്ങിൻ്റെ ഇതാണ് നടത്തിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിയൊക്കെ പോയി നമ്മൾ കോൾ കണ്ടുപിടിക്കാനുള്ളൊരു പിന്നെ അടിയൊക്കെ പോയി കുറച്ച് അടി ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇതാക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് സൈഡിൽ വെക്കുന്ന കുഴിച്ചിട്ട് കോള് കിട്ടുമെന്ന് നോക്കണം. അതിൻ്റെ മുമ്പ് നമുക്കൊന്ന് ഉറങ്ങി രാവിലെ ആയിട്ട് പോകാം. അതൊരിക്കും കുറച്ചും കൂടി സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ സ്പോണാകാൻ സാധ്യതയുണ്ട്, മോബ്സ് സ്പോണാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് ഇവിടുന്ന് ഉറങ്ങി രാവിലെ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ രാവിലെ ആയിക്കണ നമുക്കിനി നമ്മളെ മൈനിങ് പോവാം. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്, അറ്റാക്ക് ചെയ്ത പ്രശ്നമാണ്. നമുക്ക് മൈനിങ് മറന്നു ഇവിടെ ഇവിടെയാണല്ലോ ഒക്കെ മറക്കുക തന്നെ. ഇതിൻ്റെ സോമിൻ്റെ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ട്, സോമി ഉണ്ടായിരിക്കും വിചാരിക്കണം. ഇവിടെ കോബിൾ സ്റ്റോൺ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ. നമുക്കിനി തുറന്നിടാം. സൈഡിലൊക്കെ കോളുണ്ടാവും അറിയില്ല. നമുക്ക് കോളുണ്ടെങ്കിൽ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, നമുക്ക് കണ്ണ് കാണില്ല. ഇവിടെ മൈനിയ ഇനി അടിക്ക് പോകണം. നമുക്ക് അടിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഡയമണ്ട് കണ്ടെടുക്കാനൊക്കെ അടിക്ക് പോയാൽ മതി. അപ്പം അടിക്ക് പോകണം എനിക്ക് വല്ല തോന്നുന്നില്ല. എന്താണെങ്കിലും നമുക്കിപ്പോൾ നമ്മളെ വീട് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഞാനിത് നിർത്തല് എൻഡർ ഡ്രാഗൺ കൊന്നിട്ടാണ്. എൻഡർ ഡ്രാഗനെ കൊല്ലാനാണല്ലോ മൈൻക്രാഫ്റ്റ് കൂടുതൽ ആൾക്കാർ കളിക്കണം. പിന്നെ എൻ്റർടൈൻമെൻറ്റിനും നമുക്കിനി ഇവിടെ ഈ സൈഡ് വെച്ചേക്കാം. കോള് കാണാല്ല. കോളുണ്ടെങ്കിൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. കോള് കാണാല്ല. ഒരൊറ്റ കോളെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് കാണാനില്ല. നമുക്ക് ഇവിടെ മൈൻഡ് ചെയ്തേക്കാം. കോബിൾ സ്റ്റോൺ കേട്ടോ. ഓക്കെ, നമ്മുടെ പിക്കാക്സ് പൊട്ടി. നമ്മുടെ ഇൻവെർട്ടറിൽ നമുക്ക് വുഡൻ പിക്കാക്സ് കൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കുന്നാലും പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അയാണ് കിട്ടുകയാണെങ്കിലും മതി. പക്ഷെ കോളാണ് മെയിൻ. കാരണം നമുക്ക് ടോർച്ച് ആവശ്യമുണ്ട്. അപ്പം അതിന് ഇത് ആവശ്യമുണ്ടല്ലോ. കോളില്ലെങ്കിൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ മൈൻ ചെയ്യണം വേണ്ടല്ലോ. നമുക്ക് ഇവിടേക്കൊക്കെ മൈൻ ചെയ്ത് വയ്ക്കാം. ചിലപ്പോൾ കോള് കിട്ടും. എന്തോ കോള് കിട്ടി. നമുക്ക് കോളനെ തോന്നുന്നുണ്ട്. ഇൻവെർട്ടറിൽ നോക്കണ്ടില്ല. നമുക്ക് അത് കണ്ടിട്ട് കോളിൻ്റെ പോലെ തോന്നുന്നുണ്ട്. നോക്കിയോട്ടെ. ഇൻവെർട്ടറിൽ കോള്
കാണാമല്ലോ. കോപ്പറാണ്. കോള് കിട്ടിയിട്ടില്ല. ഈ സംഭവം കോളല്ല, സോറി കോളല്ല. നമുക്കിനി ഇവിടുന്ന് മൈൻ ചെയ്യണോ? നേരെ മൈൻ ചെയ്ത് വയ്ക്കാം. കോഡ് കിട്ടണം, പക്ഷെ കോള് കാണാനില്ല. ഇവിടുന്ന് തന്നെ സ്ട്രൈറ്റ് മൈൻ ചെയ്ത് വെക്കാം. നമുക്ക് വീട് അപ്ഗ്രേഡ് ചെയ്ത് ചിലപ്പോൾ പോയി വീടിൻ്റെ ലൈറ്റ് വേണം. അതിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. കുറേ സ്റ്റോണിലുണ്ട്, കുറച്ച് വലിയ വീടാക്കാൻ. പക്ഷേ അതിൻ്റെ സ്ഥലമില്ല. ഇവിടെ ഉണ്ടാക്കിയാലോ? നമ്മളെ മൈനിങ്ങിൻ്റെ കുറച്ച് ഇവിടെ ആയിട്ട്. ഞാൻ ക്ലിയർ ചെയ്യട്ടെ ഈ സ്ഥലം. അയ്യോ, അപ്പോൾ കേക്സ് പൊട്ടി മണ്ണിൽ. അപ്പം നമുക്കിനി കൈ കൊണ്ട് തന്നെ ഇതാക്കാം. സ്റ്റോൺ കിട്ടൂല, കാരണം നമ്മൾ കൈ കൊണ്ടാണ് മൈനിയാണ്. നമുക്ക് ഈ മണ്ണൊക്കെ മൈനിയെടുക്കാം. ഇവിടെ നിന്ന് ഈ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം നമുക്ക്. നമുക്കിനി ഇവിടെ ഒരു വലിയ വീടുകൊണ്ട് വെച്ചാലോ? കുറച്ച് നല്ല സ്പേസൊക്കെ അല്ലേ? കഴിഞ്ഞ പണികളൊക്കെ. അയ്യോ ഇല്ല, ശരിയില്ല. ഇവിടുന്ന് അങ്ങനെ ഈ സ്പേസ് പറ്റുമോ? നമുക്ക് നമ്മൾ പുതിയ പിക്കാക്സ് എടുക്കാം. കുറച്ചും കൂടെ അങ്ങോട്ട് വലുതായിക്കോട്ടെ. പിന്നെ നമുക്ക് ഗ്ലാസ് വേണം. ഗ്ലാസ് ഉണ്ടാക്കണം. ഇത് പറ്റൂലേ? ഇത് മതിയാവൂലേ? ഇത് മതിയാവും. നമുക്കിനി ഇതിൻ്റെ അടിയിലൊക്കെ സോംബിൻ്റെ ചത്തു റോട്ടൻ ഫ്ലഷ് കിട്ടി. നമുക്കിനിവിടെ നമുക്കിനി വീട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് രാത്രിയായി, നമുക്കിനി ഉറങ്ങണം. മോബ്സ് നമ്മളെ മൈനിങ്ങിൻ്റെ അവിടെ സ്പോണാവുന്നുണ്ട് കുറേ. നമുക്കിനി ഉറങ്ങണം. നമുക്ക് അതിൻ്റെ മുമ്പ് നമുക്ക് ഇതുണ്ടാക്കണം, ഒരു സോഡ് ഉണ്ടാക്കണം. നമുക്കൊരു ചോറുണ്ടാക്കി നമുക്കിനി ഉറങ്ങാം. രാവിലെ ആയപ്പോൾ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ പണി നോക്കാം. സോംബികളും സ്കെൽറ്റനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്കെൽറ്റന് കൊല്ലണം. ഞാനിപ്പോൾ അതിന് നിൽക്കില്ല, ചിലപ്പോൾ നമ്മൾ ചാവും. നമുക്കിവിടെ നമുക്ക് ആ ഡോർ അടക്കണം.
അല്ലെങ്കിൽ മോബ്സ് സ്പോണായി നമ്മളെ കൊല്ലും. ഓക്കെ, എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി ഞാൻ ചത്തു. നമ്മളിപ്പോൾ ചാവും. പിന്നെയും ചത്തു. അപ്പോൾ നമുക്ക് ആ ഡോർ അടക്കണം, അല്ലെങ്കിൽ മോബ്സ് കൂടുതൽ സ്പോൺ ആവും. സോംബി വരുന്നുണ്ട്. ഡോറ് പെട്ടെന്ന് അടക്കാം. യെസ്, അടച്ചു. ഇനി ഇതാവില്ല, മോബ്സും പുറത്ത് വരൽ കുറവായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം വീണ്ടും പണി കഴിക്കാം. അത് നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാം. ടോർച്ചില്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലും നമുക്ക് എൻട്രൻസ് എവിടെ ഉണ്ടാക്കാം? നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ എൻട്രൻസ് ഇവിടെ ഉണ്ടാക്കാനുണ്ട്. അതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ പണിയെടുക്കും. നമുക്ക് ഒരു ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം എൻട്രൻസ്. ഇവിടെ എൻട്രൻസ് ഉണ്ടാക്കാം. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നമുക്കൊരു ഈ ഗ്രാസ് മാറ്റിയിട്ട് നമുക്കിവിടെ സ്റ്റോൺ ബ്ലോക്ക് വെക്കാം. അയ്യോ, സ്കെൽറ്റൺ ഉണ്ട് അവിടെ. സ്കെൽറ്റൻ ആദ്യം കൊല്ലണം, പക്ഷെ അതിന് പോയി നമ്മൾ ചാവും. നമ്മളെ വേറെ സ്കെൽറ്റൻ കൊന്നു. നമ്മളടുത്തൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം നമ്മൾ അവിടുത്തെ ഡോർ തുറന്നിട്ടു. ഡോർ തുറന്നിടാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമുക്കിനി ഈ ഡോർ പൊട്ടിച്ചിട്ട് ഇവിടെ കോബിൾ സ്റ്റോൺ ഇറക്കാം. ഡോർക്ക് അടക്കുക. അവിടെ അടിച്ചു. നമുക്കിനി ആ മൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട. നമുക്കിനി റൂഫ് ഉണ്ടാക്കാം. ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ
ചിലപ്പോൾ മോബ്സ് സ്പോണാവും കേട്ടോ. ഓക്കെ, നമുക്കിനി ഫില്ല് ചെയ്ത് കൊടുക്കാം. വിൻഡോ ആവശ്യമുണ്ട്. ഇവിടെ ഒരു വിൻഡോ ആക്കാം. ഇവിടെ വേണ്ട, ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വന്നോട്ടെ. ഇവിടെ നമ്മളെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ 2 ഡോർ എടുത്തിട്ട് ഡോർ വെച്ചെടുക്കുക. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിനി സ്റ്റേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് മറ്റേ വീട്ടിൽ തന്നെ പോയി ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ടുവരാം. ഇത് നമ്മുടെ വീടിൻ്റെ റൂഫാണ്. ലീഫ് കുറച്ചുള്ളിൽ വീട് വെച്ചാൽ പ്രശ്നമാണ്. നമുക്ക് ഞങ്ങൾക്കിനി വുഡ് ആവശ്യമുണ്ട്. നമുക്ക് സ്റ്റോൺ ഉണ്ടെന്ന് സ്റ്റേഴ്സ് ഉണ്ടാക്കാം. 2 സ്റ്റെയർ മതി നമുക്ക്. സ്റ്റെയർ മതി. 4 സ്റ്റെയർ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ഐഡിയ ഉണ്ട്. 4 സ്റ്റെയർ ഉണ്ടല്ലോ. നമുക്ക് നമ്മളെ എൻട്രൻസിടെ നമുക്ക് 2 എൻട്രൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസൈൻ ഇതൊന്നും അങ്ങനല്ല, ഇത് കൊടുക്കാം. ഇത് ഇങ്ങനെ വന്നോട്ടെ. അപ്പം നമ്മളിവിടെ സംസാരിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും